ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:ന്റെ അവസാനം 21. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ അല്ല. ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയി. അപ്പം ക്രിസ്തു മരിച്ചത് വെറുതെ ആയിപ്പോയെന്ന് പറയുന്നത് അത് എനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് അവസ്ഥ മാറുന്നത്. ഒരു മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ വചനം പറഞ്ഞാൽ അതിനൊരു എഫക്റ്റും ഇല്ല. നമ്പർ 1, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്, വെൽക്കം ഇറ്റ്, ആൻഡ് ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് എഫക്റ്റീവ്. സോ ക്രിസ്തു എനിക്ക് പകരക്കാരനായിട്ട് മരിച്ചു. അങ്ങനെയാണെങ്കിൽ ചിലർ പറയുന്ന കേൾക്കുന്നില്ല, നമ്മൾ ഉപവസിച്ച് ഇത് നേടിയെടുക്കണം. അപ്പം അത് പ്രവൃത്തിയാണ്. അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടോപ്പിക്കാണ്. വാട്ട് ഈസ് ഫാസ്റ്റിംഗ്? യേശു പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മോഹം വലിയ ക്ഷീണമായിട്ടും ഒന്നുമല്ല, രഹസ്യത്തിലിരിക്കുന്നവൻ കാണുന്നതായിരിക്കണം ഉപവാസം. ഭക്ഷണം വെടിയുന്നതല്ല ഉപവാസം, ഭക്ഷണം നമ്മളെ വിട്ടുപോകുന്നതാണ് ഉപവാസം. വിശക്കത്തില്ല. ആ സാന്നിധ്യത്തിൽ വരുമ്പം യു ആർ ടോട്ടലി ഡിഫറെന്റ്. ഒരു ഉപവസിച്ചിട്ട് കാര്യസാധ്യതയായിരുന്നെങ്കിൽ യേശുവിനെ വിട്ട് പിതാവാം ദൈവം മണ്ടത്തരം കാണിച്ചു. ശുശ്രൂഷകർ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാ വിശ്വാസികളും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. അത് എങ്ങനെയെന്നു ചോദിച്ചാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ അതാ, ഉപവസിക്കുക എന്നുള്ള, ദൈവത്തോടു കൂടെ വസിക്കുക.